ആ ഫോൺ എടുത്തിട്ട് വരുവേ. ഹലോ ഹലോ, ഒരു 5 മിനിറ്റ് അതും പിടിച്ചവിടെ നിൽക്കൂ. ചേച്ചി കണ്ടിന്യൂ. ശരിക്കും അപ്പൊ ചേച്ചി പറയണ ലൈക്ക് ഫിലിമിൽ ആകെ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്തിട്ടുള്ളത് 2 പീസ് മാത്രം ഇടില്ല എന്നാണ്. ബാക്കി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എല്ലാ കോസ്റ്റ്യൂംസ് എല്ലാം ഇടാറുണ്ട്. എനിക്ക് ഫാഷൻ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് എന്താ പറയുന്നത് ക്രേസി കളേഴ്സ്, അതായത് ഈ പേസ്റ്റൽ കളർ എന്നൊക്കെ പറഞ്ഞ ലൈറ്റ് കളർ എന്നൊക്കെ പറയില്ല, അതൊന്നും ഞാൻ ഇടാറില്ല. കണ്ടു കഴിയുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഇതാവണം, ഇതുപോലെ മൾട്ടി കളറില്. ഹലോ, ആരാ വീട്ടിൽ നിന്നാണ് ഗേൾഫ്രണ്ട് ഫോൺ കഴിഞ്ഞില്ലേ? ഗൾഫിൽ എന്താ അവിടെ കുണ്ടിക്കോളായിരിക്കും. അതെ, ഒരു കോയിലിന് കുറച്ചേരം സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ല, അവൻ അത്ര നല്ലത്. അതെ, അതായത് ഹലോ ബിനീഷ് ബാസനല്ലേ? അതെ, ഞാൻ തന്നെ. രാജമൗലി സാറിനൊന്ന് സംസാരിക്കണം, ഒന്ന് ഹോൾഡ് ചെയ്യണേ. സത്യമായിട്ടും ഒന്ന് ഹോൾഡ് ചെയ്യണേ. രാജമൗലി സാർ ഹോൾഡ് ചെയ്യാം, വെയിറ്റ് ചെയ്യൂ. നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. കഴിഞ്ഞ തവണ ഇവിടെ വന്നതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു ഓൾ ടോട്ടൽ? നന്നായിരുന്നു, കാരണം നിങ്ങളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ആ ഷൂട്ടിംഗ് ഉള്ള സമയങ്ങളിൽ നമ്മുടെ മനസ്സിലുള്ള ടെൻഷൻ ഒന്നും ഞാൻ ഫീൽ ചെയ്തതേ ഇല്ല. എല്ലാവരുടെ ലൈഫിലും ടെൻഷനുണ്ട്, ബട്ട് ഇവിടെ ഷൂട്ടിങ്ങിനുണ്ടായിരുന്ന ആ സമയം മുഴുവൻ ആരെന്തോ പറഞ്ഞു. പെട്ടെന്ന് വീട്ടിൽ പോണം. രാജമൗലി സാർ അപ്പോ ശരിക്കും പറഞ്ഞ ഇന്നത്തെ എപ്പിസോഡില് ക്രേസി ഹലോ, പിന്നെ ഞാൻ തന്നെ. ഹലോ, ഹോൾഡ് ചെയ്യ്. സാർ ഇപ്പോൾ വിളിക്കുന്നു, ഹോൾഡ് ചെയ്യണേ മോനെ. എടാ മണ്ട, അത്രയും വലിയൊരു ഡയറക്ടറാണ്, ഹോൾഡ് ചെയ്തില്ലേ? പിന്നെ അതുപോലെ വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ വിഷു ആ ഒരു സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു വലിയ സന്തോഷമല്ലേ. അപ്പോ എന്തായാലും അംബിക ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ആ ഒരു എൻട്രിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്തു, ലൈക്ക് ഫാമിലി. ഹലോ, ഹോൾഡ് ചെയ്യും മോനെ, ഹോൾഡ് ചെയ്യും. സാർ പോര്, ഹോൾഡ് ചെയ്യും. അല്ല, ഞാൻ പെട്ടെന്ന് അംബിക ചേച്ചി അങ്ങോട്ട് നോക്കുന്ന കണ്ടപ്പോ ഒരു കണ്ണും പെട്ടെന്നൊരു തമ്മിൽ ഞാൻ കണ്ടു. ജിഷിൻ ചേട്ടനായിട്ടുള്ള ആ ഒരു ബന്ധത്തെ പറ്റിട്ട്. ജിഷിൻ ചേട്ടാ, നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചേച്ചിയായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അടിപൊളി. ഞാൻ വിചാരിച്ചു എന്നെ കണ്ട തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചു, പക്ഷേ ചേച്ചി ഇങ്ങോട്ടാ ചേച്ചി കണ്ട് തിരിച്ചറിഞ്ഞിട്ട്. പിന്നെ വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഇസ് ടു ഷോർട്ട്. ഈ കോവിഡ് ടീച്ചറമ്മ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു പോയതുകൊണ്ട് പിണങ്ങാനും ഇടക്കാനൊന്നും നിൽക്കാതെ നമുക്ക് ഓർമ്മ വന്നില്ലെങ്കിൽ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഒന്ന് പറയാമോ എന്ന് ചോദിക്കാം, തെറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കി. കാരണം പലരെയും നമുക്ക് ഓർമ്മ കാണില്ല. 25 വർഷം കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞൊക്കെ ഞാനിപ്പോൾ ഈയിടെ ഒരു സ്കൂൾ ഫംഗ്ഷന് പോയി, എടീ അമ്പേന്ന് പറഞ്ഞ് ഓടി ഒരാൾ വരുന്നു, ഒരു പെൺകുട്ടി. എനിക്കറിയാം ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്ന് അറിഞ്ഞൂടാ, ഓർമ്മ വരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ മുഖം ഇങ്ങനെ പോയപ്പോൾ എന്നെ മനസ്സിലായില്ലേ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചപ്പം അവർ പേര് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഒരാഴ്ച മുമ്പാണ് അവളെ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. നേരെ അവൾ മുമ്പ് വന്ന് നിൽക്കുന്നു. അപ്പോൾ ചോദിക്കുന്നത് കൊണ്ട് ഞാൻ അംബികയാണ്, കണ്ടിട്ട് കുറേ വർഷമായി, ഓർമ്മയില്ല എന്നൊന്നും പറയുന്നത് തെറ്റില്ല. അതുപോലെ കാണുന്ന ആൾക്കാരെ ഒന്ന് കാണുകയും ഒന്ന് ഹഗ് ചെയ്യുന്നതിലും ഒരു തെറ്റും. എല്ലാവരും കണ്ടല്ലോ. നമ്മൾ സ്കൂളിൽ ഒരുമിച്ച് കോമഡി. അതെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചെറുമോനെയും കൊണ്ട് വന്നത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ബിനീഷ് മിണ്ടാണ്ട് ക്ലാഷ് ആവണു. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ